ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വൈത്തൂരാണ്. വൈത്തൂർ അമ്പലത്തിന് സമീപത്താണ്, റോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉളിക്കൽ, വൈത്തൂർ, മണിപ്പാറ, വെങ്ങളോട് വരെ നിർമ്മിക്കുന്ന ഏകദേശം 4900 കിലോമീറ്ററിൻ്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ആശയവുമായിട്ട് നാട്ടുകാരാണ് ഇപ്പോൾ ഏജന്റ് ന്യൂസിനെ വിളിച്ചിരിക്കുന്നത്. എന്താണ് ഈ റോഡിൻ്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനുള്ളത്? റോഡിൻ്റെ പ്രവൃത്തി ഉളിക്കൽ, വൈത്തൂർ, മണിപ്പാറ, വെങ്ങലോട് റോഡ് ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. അത് PMGSY പദ്ധതി പ്രകാരം 2021 പഞ്ചായത്ത് അതിൻ്റെ അതോറിറ്റിക്ക് കൈമാറുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് അംഗീകരിച്ച് ടെൻഡറാവുകയും ചെയ്തതാണ്. ടെൻഡറായത് 2021 ലാസ്റ്റ് ആയിട്ട് ടെൻഡറാവുകയും നടപടികൾ ഈ കാലം ഇത്രയായിട്ടും ഈ റോഡിൻ്റെ പണി 2025 ആകുമ്പോഴും ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ഖേദകരമാണ്. അത് മാത്രമല്ല, ഈ റോഡിൻ്റെ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിനകത്തുള്ളത് 8 മീറ്റർ വീതിയാണ്. എന്നാൽ ഇതിൻ്റെ ആദ്യകാല റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 10 മീറ്ററും 12 മീറ്ററും അടങ്ങുന്ന റോഡ് വീതി ഉണ്ടായിരുന്ന റോഡായിരുന്നു എന്നാണ് പഴമക്കാർ ഇതിനെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് മറ്റ് വികസന ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും, മറ്റ് പ്രദേശങ്ങളിലൊക്കെ വികസനം ഇല്ലാത്ത സമയത്തും റോഡുകളില്ലാത്ത സമയത്തും ഈ റോഡ് നന്നായി ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു. ഇതിലെ പഴയ കാലത്ത് ബസ് റൂട്ട് ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു. അതിന് ഒക്കെ ആയിട്ട് ഒരു പുരാതനമായൊരു ക്ഷേത്രം ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഈ പദ്ധതി വന്നതിന് ശേഷം ബന്ധപ്പെട്ട പഞ്ചായത്ത് ഇത് സടക്ക് യോജന അതോറിറ്റി കൈമാറുന്ന സമയത്ത് ഇതിൻ്റെ വീതി കൂട്ടിയെടുക്കാനോ ഈ പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ റോഡിൻ്റെ വികസനം എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയായിരുന്നു. ഇതിന് ജനകീയമായിട്ടുള്ള ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയോ റോഡിൻ്റെ വികസന പ്രക്രിയയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം മുമ്പേ നമ്മൾ ഇത് രേഖപ്പെടുത്തുകയും പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്നത് ഈ റോഡ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ ജനുവരി മാസം ഇത് ടാറിങ് പൂർത്തീകരിച്ചു. എന്നാൽ അനുബന്ധമായി തീരേണ്ട കലിങ്കിൻ്റെ വർക്കുകൾ ഇവിടെ നമുക്ക് ഇന്നും അനിശ്ചിതത്വമായിട്ട് കിടക്കുകയാണ്. കാരണം മാസങ്ങളായിട്ട് ഓരോ സ്ഥലത്തും 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് കലിങ്കിനോടനുബന്ധമായി നിൽക്കുന്ന ടാറിങ്ങിനോട് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇന്ന് ഇത് പണി പൂർത്തീകരിക്കാതെ വളരെ വികലമായ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് നല്ല വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഒരുപാട് അപകടങ്ങളും, കാരണം കുഴിയെടുത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് വേണ്ടവണ്ണം കോൺക്രീറ്റ് ചെയ്ത് അത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ താമസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ ഇരുഭാഗത്തുമായി ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകളും ഈ ടാറിങ്ങിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറും നിലനിൽക്കുന്ന റോഡിനോട് ചേർന്ന് തന്നെ ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നു എന്നുള്ളതും ഒക്കെ ഇതിൻ്റെ ഈ റോഡിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയൊരു പോരായ്മയായിട്ട് തന്നെയാണുള്ളത്. അതിൽ ഡ്രെയിനേജ് ഇല്ലാത്തതും, മഴ വന്നപ്പോൾ ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മഴ വന്നപ്പോഴത്തേക്കും റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള ചെളിയും ആ റോഡ് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന റോഡിൽ മണ്ണെടുത്തിട്ടതുമൊക്കെ ചെളിയെല്ലാം നടന്നിട്ട് ഈ ഉണ്ടായിരുന്ന മൺ ഡ്രെയിനേജുകളാണ് ഉള്ളത്. ആ ഡ്രെയിനേജുകളെല്ലാം അടഞ്ഞ് വല്ലാതെ ദുസ്സഹമായ രീതിയിൽ തന്നെയാണ് ഇപ്പം ഉണ്ടാകുന്നത്. ഇനി വരാൻ പോകുന്നത് വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഇത്തരത്തിൽ റോഡ് പണി തുടർന്ന് ഇതിൻ്റെ പൂർത്തീകരണം നമുക്ക് എന്നാകുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഇത് ബന്ധപ്പെട്ട ആളുകളെ, ഇതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളടക്കമുള്ള ആളുകളെ വിവരം അറിയിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ഈ പൂർത്തീകരിക്കും എന്നൊക്കെ വാക്കാൽ പറഞ്ഞ് ഉറപ്പ് നൽകുന്നതല്ലാതെ ഇതിൻ്റെ പ്രവർത്തന ഇത് കാണുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യം വരുന്നത്. ഈ ബന്ധപ്പെട്ട കരാറുകാരെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് അടിസ്ഥാനപരമായിട്ട് നമുക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന നല്ല രീതിയിൽ സുഗമമായ രീതിയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ വേണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കി അതിൻ്റെ റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള നടപടികളും കൂടെ ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഉത്തരവാദിത്തം ഇനിയെങ്കിലും കാണിക്കണമെന്നുള്ള ഒരു അപേക്ഷയും കൂടി അവരുടെ മുമ്പിൽ വെക്കുകയാണ്. അതുമാത്രമല്ല, ഇത് റോഡിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ബഹുജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജനകീയ കമ്മിറ്റി ഈ റോഡിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഡ്രെയിനേജ്, കലിങ്ക്, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചൊരു അവലോകന യോഗം നടത്താനോ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രദേശവാസികളായിട്ടുള്ള ഈ റോഡിൻ്റെ ഉപഭോക്താക്കളെ
വിളിച്ചു കൂട്ടി ഒരു വിപുലമായ കമ്മിറ്റി വിളിച്ചു കൂട്ടാതിരുന്നതിൻ്റെ ഒരു വലിയ പോരായ്മ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടിയിരുന്നു, പഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ അനുസരിച്ചാണ് ഞങ്ങളിത് ചെയ്തത്, നിർവഹിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടി എന്ന് പറയുന്നത് വെറും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ടുള്ളൊരു കമ്മിറ്റി എന്തിനോ വേണ്ടി അവരുണ്ടാക്കിയെന്നല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലേക്ക് ആ കമ്മിറ്റിക്കോ അതിനനുസരിച്ചോ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ റോഡ് പണി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വീതിയും അല്ലെങ്കിൽ വളവും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അസൗകര്യപരമായിട്ടുള്ള നിലവിൽ റോഡിൻ്റെ സ്ഥിതി കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വീതി കൂട്ടിയെടുക്കേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ പരിമിതപ്പെടുത്തി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് തന്നെയായിരുന്നാലും ഈ റോഡിൻ്റെ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ മൊത്തം ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് നല്ല ഡ്രെയിനേജൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരുടെ ആവശ്യം എന്ന നിലയിൽ ഇത് നിറവേറ്റിത്തരാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റോഡ് ഈ നിർമ്മാണ പ്രക്രിയ ഏകദേശം പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അടുക്കുമ്പോൾ പോലും ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള നാട്ടുകാർക്കോ ജനങ്ങൾക്കോ യാതൊരുവിധ ഉപകാരത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഈ റോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രീ വൈത്തൂർ കാളിയാർ ശിവക്ഷേത്രം വളരെ പ്രശസ്തിയാർജ്ജ വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രമാണ് ശ്രീ വൈത്തൂർ കാളിയാർ ശിവക്ഷേത്രം. ആ ക്ഷേത്രത്തിലോട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്, അതുപോലെ ഈ റോഡ് കണക്ട് ചെയ്യുന്നത് ഈ റോഡിൻ്റെ അവസാനത്തോടു കൂടി അങ്ങ് കണക്ട് ചെയ്ത് കാഞ്ഞിരക്കൊല്ലി ടൂറിസം മേഖലയിലേക്കും കാലാങ്കിയിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർന്ന ഒരു റോഡാണ്. ആ റോഡിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തും ഒരു ഡ്രെയിനേജ് നിർമ്മിക്കണമെന്ന് നിരവധി ഗ്രാമസഭകളിൽ പറഞ്ഞു. അപ്പോൾ ഈ PMSYൻ്റെ കരാറുകാർ പറഞ്ഞു ഞങ്ങളുടെ എസ്റ്റിമേറ്റിൽ അതില്ല, അത് പഞ്ചായത്താണ് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. ആ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭകളിലും ഇത് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് ഇതിന് അനുബന്ധമായിട്ട് ഒരു ചെറിയ നടപ്പാത പണിയുകയാണെങ്കിൽ റോഡിന് സാമാന്യം വീതിയും കിട്ടും. ഇപ്പോൾ ഒരു വാഹനത്തിന് മറ്റൊരു വാഹനം പാസ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർന്നു എന്ന് പറയാം, ഒരു നല്ല പ്രവൃത്തി നടന്നതായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ആ നടന്ന റോഡിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ സുഗമമായി വളരെ സ്പീഡിൽ അനിയന്ത്രിതമായ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ മറ്റൊരു വാഹനം എതിരെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത അപകടകരമായ ഒരു അവസ്ഥ ഈ റോഡിന് നിലവിലുണ്ട്. ആ അവസ്ഥ മാറണമെങ്കിൽ പഞ്ചായത്തിന് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൈഡ് വശം ഒരു കോൺക്രീറ്റ് ചെയ്തു തരുവാണെങ്കിൽ. അപ്പോൾ ഗ്രാമസഭകൾ പറഞ്ഞപ്പോൾ ഉളിക്കലിൻ്റെ ആ പ്രദേശത്ത് പള്ളിയും സ്കൂളിൻ്റെ ഭാഗത്ത് കുറച്ച് ഒരു കൈവരിയും ഒരു നടപ്പാതയും നിർമ്മിക്കാമെന്ന് പറഞ്ഞ് അത് ഇങ്ങോട്ട് ഈ അമ്പലത്തിൻ്റെ ഭാഗം വരെ നീട്ടി കിട്ടുവാണെങ്കിൽ ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു റോഡും കൂടി ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നാണ് ചെയ്യേണ്ടത്. ഏത് അധികാരികളുടെ ഭാഗത്തുനിന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഉടനെ എത്രയും വേഗം ചെയ്യണം. ഇപ്പോൾ ഏജൻസിക്കാർ വന്ന് ഞങ്ങളുടെ വിഷ്വൽസ് എത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു 10 മീറ്റർ അപ്പുറം ഒരു ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ആ ട്രാൻസ്ഫോമറിൻ്റെ കാലുകൾ ഇളകി വീണ് റോഡിലേക്ക് വീണാം വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോകും എന്നുള്ളത് ഈ നാട്ടുകാർ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനൊരു സമവായം കണ്ടത് പഴയ ഒരു ഗ്രാമീണ വായനശാലയുടെ സ്ഥലം അവിടെ വെറുതെ കിടക്കുന്നുണ്ട്. ആ ഗ്രാമീണ വായനശാലയിലേക്ക് ട്രാൻസ്ഫോമർ മാറ്റി വെക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗ്രാമീണ വായനശാല ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകമായിരുന്നു. അതിലേക്ക് മാറ്റിയിട്ട് ആ വായനശാലയുടെ സ്ഥലം നശിപ്പിക്കാനുണ്ടായിരുന്ന നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾ ഇടപെടില്ല. അപ്പോൾ പകരം സ്ഥലം തരാമെന്ന് സ്വകാര്യ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ട്രാൻസ്ഫോമർ അങ്ങോട്ട് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ KSEBയും പഞ്ചായത്തുമായില്ല, തർക്കത്തിൻ്റെ പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഏജനറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന് തൊട്ടപ്പുറത്താണ് അതിൽ കുറച്ച് ഡ്രമ്മെല്ലാം വെച്ചിട്ട് തൽക്കാലം നാട്ടുകാർ അതിനൊരു സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമല്ല. അപ്പോൾ ആ ഒരു ശ്രദ്ധയും കൂടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 4.9 കിലോമീറ്റർ ദൂരം വരെ പ്രവൃത്തി നടക്കുന്ന PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി നടക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഇതിൻ്റെ നിർമ്മാണത്തിലെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നല്ല രീതിയിൽ നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം വൈത്തൂരിൽ നിന്നും ശ്രീഭേഷ്കർ, ഏകലവ്യം. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream your happy home, open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home.
This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.